வெங்காய சாம்பார் ரொம்ப பிரமாதமா இருக்கு. அதோட இன்னைக்கு வத்த குழம்பு ரொம்ப பிடிச்சது. கிரிஜா, இதெல்லாம் உண்டாக்கியது யார் தெரியுமா? நம்ம சிவகாமி. ஆஹா, சிவகாமிയുടെ അമ്മ ആവുടെ അമ്മാൾ നല്ല പാചകക്കാരിയാ. அந்த கைப்புண்ணியம் தான் இவக்கு கிடைச்சது. ஆவி வட அம்மாளா? டேய் மடையா, ஆவி வடை இல்லடா, சிவகாமியுடைய அம்மா ஆவுடைய அம்மாள். பாவம் இறந்து போச்சு. புளிசேரிக்கு கொஞ்சம் புளி ஜாஸ்தி. ஏண்டா புளிசேரி பின்ன புளிக்காம ஸ்வீட்டாவா இருக்கும்? பேசாம சாப்பிடுறா. சிவகாமி இங்க வந்தது மகாபாகியம். இனி என்னும் நீ சமைச்சா போதும். കൊഴയോ? ശിവകാമി, എന്നണ്ണാ? നിനക്കൊരു ഫോൺ കോൾ. ആരാ? ഏതൊരു ഫാദർ ഇഗ്നേഷ്യസ്. മിസ്സിസ് കല്യാണകൃഷ്ണൻ ഉണ്ടോന്ന് ചോദിച്ചു. ചെല്ല് അർജന്റ്. മിസ്സിസ് കല്യാണകൃഷ്ണൻ ഉണ്ടോന്ന് ചോദിച്ചു. ചെല്ല് അർജന്റ് ആണെന്ന് തോന്നുന്നു. എന്നടാ മുഖത്തൊരു ഭാവമാറ്റം? അല്ല, ഫാദറിന്റെ ചെക്ക് ബുക്കും പാസ്ബുക്കും എന്റെ കയ്യിലിരിക്കുക. ഞാനത് കൊടുക്കാൻ മറന്നു. ഇവളല്ലേ അത് എടുത്ത് കൊടുക്കേണ്ടത്? അണ്ണൻ തന്നെ പറ, ശരിയല്ലേ? എല്ലാ ഭാര്യമാരും ഒരുപോലെ, വന്നു കയറിയതും ഇവിടെ ഉള്ളതും ഒക്കെ ഒരുപോലെ. ആ ചെല്ല് ചെല്ല്. ഹലോ, ഞാനാ. മേരി നിർമ്മലേ, അമേരിക്കയിൽ നിന്ന് മാത്തച്ഛ ഇപ്പൊ വിളിച്ചിരുന്നു. വിവരങ്ങളെല്ലാം നിന്റെ ഡാഡി അറിഞ്ഞിരിക്കുന്നു. എന്താ? ഡാഡി എല്ലാം അറിഞ്ഞു. അയ്യോ, ഹലോ, ഇത് ഞാനാ, കല്യാണകൃഷ്ണൻ. ഗുഡ് മോർണിംഗ്. ഐ ആം ഫാദർ ഇഗ്നീഷ്യസ്. ഇന്നസെന്റാ? ഞാൻ ഫാദർ ഇഗ്നീഷ്യസ്. നിർമ്മലയുടെ അപ്പൻ മാത്തച്ഛൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അദ്ദേഹത്തെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഫാദർ? താൻ എന്ത് വെട്ടിത്തരമാണോ ഈ പറയുന്നത്? ഞങ്ങളെ സഹായിക്കണം പ്ലീസ് ഫാദർ. ഞാൻ ആലോചിച്ചിട്ട് ആകപ്പാടെ ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്തു വഴി? അത് ഞാൻ എങ്ങനെ പറയാനാ? അച്ഛന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയാം. ഹലോ, സാമിയല്ലേ? സാമി, മാത്തച്ഛ മുതലാളിനെ ഒതുക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. സാമി ജ്ഞാനസാനപ്പെടണം. ഞാനപ്പാനെയോ? പാനി കലൊന്നല്ല, സാമി മതം മാറി കർത്താവിന്റെ കുഞ്ഞാടാവണം. പറയാം, അതിനു മുമ്പ് കുറച്ച് വെള്ളം കുടിക്കാം. ഹലോ ഹലോ, എന്താ ചേച്ചമ്മേ? ശബ്ദം കേൾക്കുന്നില്ല അച്ചോ. ആ ഫോണിങ്ങിതാ. എന്താണ് എന്നിട്ട് ഒളിഞ്ഞു നോക്കണത്? അതോട്ട് വാ. കഴിഞ്ഞ ദിവസം തന്നെ 2 ലക്ഷം രൂപ ഡ്രോ ചെയ്തോണ്ട് പോയല്ലോ. ഡ്രോ ചെയ്തുകൊണ്ട് പോയെന്നോ? താൻ എന്തായി പറയുന്നേ? മതം മാറുന്ന കാര്യം പറയുമ്പോ മണി മാറുന്ന കാര്യം പറയുന്നു. അതെ ഫാദർ, ഇയർ എൻഡിങ് കഴിയാതെ ഓവർ ഡ്രാഫ്റ്റിന്റെ കാര്യമൊന്നും എന്നോട് പറയണ്ട. നോ നോ നോ, പ്ലീസ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. ആ, NRI അക്കൗണ്ടിൽ നിന്നും 2,50,000 രൂപ ഞാൻ SB അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലേ? ഒരു രക്ഷയുമില്ല. ഞാൻ കൺവെർട്ട് ചെയ്യുന്ന കാര്യമാ പറയുന്നത്. അതെ, ഞാനും കൺവെർട്ട് ചെയ്യുന്ന കാര്യം തന്നെ പറയുന്നത്. ഇത്രയും ഡോളർ കൺവെർട്ട് ചെയ്യാൻ റിസർവ് ബാങ്കിന്റെ പെർമിഷൻ വേണമെന്ന് ഫാദർ അറിഞ്ഞൂടെ? തനിക്കെന്താ തലയ്ക്ക് വട്ട് പിടിച്ചോ? എന്തായാലും എനിക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല. അതെല്ലാം നമുക്ക് ബാങ്കിൽ വരുമ്പോ നേരിട്ട് സംസാരിക്കാം. ഓക്കെ? ആരാ ഈ ഫാദർ ഇഗ്നേഷ്യസ്? അത് സെന്റ് മേരീസ് പള്ളിയിലെ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരു ഫാദറാ. അപ്പൊ സെന്റ് മേരീസ് പള്ളിയിലെ സെന്റ് മേരീസ് പള്ളിയിലെ വികാരിയച്ഛനാ. എപ്പോഴും ഓവർ ഡ്രാഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ? അതിനിപ്പോ എന്നോട്. ഓ, അത് ശരിയാണല്ലോ. അണ്ണനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ വന്നേ. മാത്തച്ഛൻ മുതലാളി അമേരിക്കയിൽ നിന്ന് വന്ന ആദ്യം കൊല്ലുന്നത് തന്നെയായിരിക്കും. ഞാനും കൂടെ അറിഞ്ഞോണ്ടാ ഇതൊക്കെ ചെയ്തിരിക്കണെന്നല്ലേ മുതലാളി കരുതൂ. നിർമ്മല മോള് കെട്ടിയത് ഒരു ക്രിസ്ത്യാനി ചക്കനെ ആയിരുന്നെങ്കിൽ മുതലാളി വരുമ്പോ പറഞ്ഞു നിൽക്കായിരുന്നു. അതുകൊണ്ട് അച്ഛൻ എങ്ങനെയെങ്കിലും കല്യാണ കൃഷ്ണസ്വാമിയെ അനാവളം തെളിച്ച് ഒരു ക്രിസ്ത്യാനി ആക്കി തരണം. ഇതൊക്കെ അങ്ങനെ ഓരോരുത്തരെയും നിർബന്ധിച്ച് ചെയ്യിക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കാച്ചോ. നിർമ്മല കുഞ്ഞെന്ന് പറഞ്ഞ ആ പട്ടണ ചക്കന് ജീവന. സ്വാമിയെ കർത്താവിന്റെ കുഞ്ഞാടാക്കുന്ന കാര്യം ഞാൻ ഏറ്റച്ചോ. ഇവിടെ ആരുമില്ലേ? ചേട്ടത്തെങ്ങനെ വീട് കണ്ടുപിടിച്ചു? മോളെ മേരി നിർമ്മലേ, നീ എന്താ ഈ കാണിച്ചത്? കോലിട്ടതാ. കോലിട്ട് എന്റെ മോളെ കോലം കെട്ടല്ലോ. ചേട്ടൻ ചേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? നിന്റെ അമ്മച്ചി മരിക്കുമ്പോ നിനക്ക് 2 വയസ്സാ. നിന്റെ അപ്പച്ചൻ ചരിത്രം മുഴുവൻ വിളിച്ചു പോയി ആളെ കൂട്ടണ്ട. ആരെങ്കിലും കണ്ടാ തീർന്നു. മോളിലെ അപ്പൻ അമേരിക്കയിലേക്ക് പോകുമ്പോ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാ നിന്നെ ഞാൻ വളർത്തി. ആ, എന്നെയാണ് നീ സങ്കടപ്പെടുത്തിയത്. വേളാങ്കണ്ണി മാതാവേ, ഞാൻ ഇനി എന്നാ ചെയ്യാനാ? ഇതേതാ? ഞാൻ പറയാറില്ലേ ചേട്ടൻ ചേട്ടത്തി. നീയാണോടാ കല്യാണ കൃഷ്ണസ്വാമി? ദേ, നിങ്ങൾ രണ്ടാളും കൂടി എന്റെ തലയ്ക്ക് വില പറയിക്കില്ല. മാത്തച്ഛ മുതലാളി വന്നാൽ എന്നെ കൊല്ലും നിർമ്മലേ. അയ്യോ, നിർമ്മലല്ല, ശിവകാമി. അതെന്തോന്ന് സ്വാമി? എന്റെ ഈശോയെ, അപ്പൊ എന്റെ മോളെ മതം മാറ്റി നിങ്ങളുടെ ജാതിയാക്കിയില്ലേ? വിളിച്ചു പോവണ്ട,
അതൊക്കെ പിന്നെ പറയാം. നിർമ്മല ക്രിസ്ത്യാനിയാണെന്ന് മഠത്തിൽ ആർക്കും അറിയില്ല. ക്രിസ്ത്യാനി ആയിട്ടല്ലേ അവൾ ഇത്രയും നാള് മടത്തിൽ നിന്ന് പഠിച്ചത്. മഠത്തിൽ നിന്നും മഠത്തിലേക്ക് തന്നെയാണ് ചേട്ടത്തി അവള് വന്നിരിക്കുന്നത്. ക്രിസ്ത്യാനികളെ പോലെ നിങ്ങൾക്ക് മടമോ? എന്നാ ഞാൻ ഇവിടുത്തെ കന്യാസികളെ ഒന്ന് കാണും. അയ്യോ ചതിക്കരുത്. എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? സഹായിക്കാൻ. ഇഗ്നേഷ് അച്ഛനും ഞാനും കൂടി നിങ്ങളെ എങ്ങനെ രക്ഷിക്കാമെന്ന് തല പൊതിഞ്ഞ് ആലോചിച്ചൊരു വഴി കണ്ടെത്തി. എന്ത് വഴി? കർത്താവിന്റെ വഴി. സ്വാമി ജ്ഞാനസ്ഥാനപ്പെട്ട് നല്ല ഇടയന്റെ കുഞ്ഞാടാവും. മതം മാറാം. അതെ, മോനെ എന്റെ കൂടെ വാ. നമുക്ക് പള്ളിയിലോട്ട് ചെന്ന് അച്ഛനെ കണ്ട് അനാവളം തെളിച്ച് കല്യാണ കൃഷ്ണയ്യരെന്നൊക്കെ മാറ്റി വല്ല വക്കച്ചനെന്നോ കുഞ്ഞുമറിയതെന്നോ വാറപ്പനെന്നോ എന്ന് നല്ല വല്ല പേരിട്ട് കുരിശിന്റെ വഴിയെ പോകാ. അയ്യോ പള്ളിപ്പാട്ട് പാടല്ലേ. കുരിശിന്റെ വഴിയെ തന്നെയാണ് ചേട്ടത്തി ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. വാറപ്പൻ എന്റെ മോന്റെ പേരാ. സ്വാമിക്കും ആ പേര് മതി. വാറപ്പനല്ല കീറപ്പൻ. എടി ഇവരെ പറഞ്ഞു വിടുന്നുണ്ടോ? അവരെല്ലാരും കൂടെ അമ്പലത്തിൽ നിന്ന് വരാൻ സമയമായി. ചേട്ടത്തി പൊയ്ക്കോ, ഞങ്ങൾ വന്നേക്കാം. ബാക്കിയൊക്കെ അവിടെ വന്നിട്ട് തീരുമാനിക്കാം. കുറച്ച് രൂപയുണ്ട്, വഴിച്ചെലവിനിരിക്കണം. നിന്റെ നക്കാപ്പിച്ച കാശനല്ലടാ ഞാൻ വന്നത്. എനിക്ക് ചെലവിന് മാത്തച്ഛ മൊലാളി ഡോണർ അയക്കും. ഓ ശരി ശരി ശരി. മതം മാറുന്ന കാര്യം 2 ആഴ്ചക്കുള്ള തീരുമാനിക്കാം. 2 ആഴ്ചയോ? ഉറപ്പാണോ? ഉറപ്പ്. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആ നല്ല ഇനമാ. ഇവർക്കുള്ള പെട്ട് ഞാൻ തന്നെ തീർക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. ആരാടാ അത്? ആർക്കറിയാം. സെന്റ് ജോർജ് പള്ളിയും തിരക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ആ പള്ളിയിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്തിന്? അവർക്ക് അവരുടെ വഴി അറിയാം. നീ നിന്റെ വഴി നോക്ക്. ചട്ട ചേർത്തിയോ? എവിടെയാണ്ടാ എനിക്ക് ചട്ട്? അയ്യോ ചട്ടേ മുണ്ട് കൊടുത്ത ചേർത്തി എന്ന് പറഞ്ഞതാ. കാലിന് ചട്ടേണെന്നല്ല പറഞ്ഞത്. എനിക്ക് ചട്ടില്ലട പറ്റി. അതെന്താ ചട്ടുണ്ടെന്നല്ല പറഞ്ഞത്. അതെന്താ ഓടിക്കോ? നീ കാശ് കൊടുക്കാനുള്ള ബാലുശ്ശേരി ബഷീർ നിന്നെ കാണാൻ വരുന്നത്. അവിടെ ഈ നമ്മളെ കണ്ട് ബോഡി കളിക്കാൻ നോക്കല്ലേ? അല്ല ഉമ്മ വയ്യത്തായി ബാപ്പ വയ്യത്തായി എന്നൊക്കെ പറഞ്ഞ് കൊറേ നമ്മളെ പറ്റിക്കാൻ നോക്കുന്ന എല്ലാ വിവരവും അറിഞ്ഞിട്ടാണ് നമ്മൾ വരണേ. എന്റെ പൊന്ന് പട്ടിരിക്ക, അടുത്ത ഞാൻ എങ്ങനെയെങ്കിലും കാശെത്തിക്കാം. 5 ആഴ്ച ഞാൻ കൊറേ കേട്ടതല്ലേ. ഇനിയും കാശ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മടത്തിൽ കയറി കുത്തിരിക്കാൻ പോവാ. അയ്യോ ചതിക്കല്ലേ, അന്യമതക്കാരെ ഇവന്റെ മടത്തിൽ കയറ്റുകയേ ഇല്ല. അത് കൊള്ളാം. അന്യജാതിക്കാരെ പൈസ വാങ്ങി വളർത്താം, അന്യജാതിക്കാരെ മടത്തിൽ കയറ്റൂല. കൊല്ലും നായിന്റെ മോൻ മടത്തിലുള്ള എല്ലാരും അറിയട്ടാ. എന്നാലും എന്റെ പൈസ ഇട്ടോളൂ. മണിയാ എന്റെ പേര് മാറ്റം ബഷീറടാ. അതെന്താ ബഷീറിക്കുന്ന പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാം. എടാ നിങ്ങൾ ഇങ്ങോട്ട് വരി. നിങ്ങളെ പൈസ കാര്യം ഞാൻ ഏറ്റു. വേണ്ട, അന്റെ ഒത്താശ വേണ്ട. ഇയും കൊറേ ആയി വില കൂടെ നിന്നിട്ട് പറ്റിക്കുന്നു കേട്ടോ. അയ്യോ ഇപ്രാവശ്യം അങ്ങനെയല്ല. നിങ്ങൾക്ക് പൈസ അല്ലേ വേണ്ടത്? അത് ഞാൻ ശരിയാക്കി തരാം. അതെന്താ നീ പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ. ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാം. ഇവിടെ നീ എന്താ ഒന്നും കഴിക്കാൻ എഴുന്നേറ്റ് പോകുന്നത്? ഈ തൈര് സാധവും സാമ്പാർ സാധവും കഴിച്ച് ഞാൻ മടുത്തു. എന്റെ ജന്മം പാഴായി പോകും. നീ ഇവിടെ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ പോയാൽ ക്ഷീണിച്ചു വല്ലാതാവും. ഇനി ലീവ് തീരാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അവിടെ ചെന്നാ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും വാങ്ങി കഴിക്കാമല്ലോ. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇത്തിരി മീൻ ചാറെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. മീനോ? മീൻ ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറ്റിയിട്ട് വേണ്ടേ മീൻ ചാറുണ്ടാക്കാൻ? എന്നാ ഞാനൊരു കാര്യം പറയും. നാളെ എനിക്കൊന്ന് പള്ളിയിൽ പോയാൽ കൊള്ളാന്നുണ്ട്. അയ്യോ, താൻ ഇത് കൊളമാക്കുമെന്നാ തോന്നുന്നു. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ മാതാവിനോട് നേർന്നതാ. നേർച്ച കടമെന്ന് പറഞ്ഞ വലിയ പാപാ. പള്ളി പോണ വഴിക്ക് നമുക്ക് ഹോട്ടലിൽ കയറി വല്ല ബീഫ് ഫ്രൈയോ ഫിഷോ വാങ്ങി കഴിക്കുകയും ചെയ്യാം. നേർച്ചക്കടത്തിന്റെ പേരും പറഞ്ഞ് ഹോട്ടലിൽ കയറി ബീഫ് ഫ്രൈ വാങ്ങി തട്ടാനുള്ള പ്ലാനാണല്ലേ? മഠത്തിൽ ആരെങ്കിലും അറിഞ്ഞാ അന്ന് ഊരേണ്ടി വരും ഈ പൂനൂല്. അവിടെ പോയി കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. മഠത്തിലേക്കോ? ആരും കാണാതെ ഞാൻ കഴിച്ചോളാം. അതൊന്നും ഇപ്പൊ വേണ്ട. എനിക്ക് മീൻ കറി നിർബന്ധ. മീനെന്ന് ഉറക്ക വിളിച്ചു പറയാതെ ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ. മീൻ മീൻ മീൻ. എന്നടാ കല്യാണം ഇഷ്ട? മീൻ? ആ മീൻ. മീൻ എന്ന് പറഞ്ഞ മത്സ്യം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, അങ്ങനെ 10 അവതാരങ്ങളുള്ളത്. എന്നടാ 10 അവതാര പേര് കൂടി ബ്രാഹ്മണ പൊണ്ണുക്ക് തിരിയാതാ? ചുമ്മാ ഒരു കോമഡി തന്നെ. അവസാനത്തെ അവതാരം ഇവളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവക്ക് ദേഷ്യം വന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് 10 അവതാരത്തിലെത്തി. കൽക്കി. അവസാനത്തെ അവതാരമേ കലക്കി. ബഷീറൊക്കെ പറഞ്ഞു വിട്ടോ? ഓ പറഞ്ഞു വിട്ടു. സന്തോഷമായി, രക്ഷപ്പെട്ടു. പക്ഷെ അയാൾ പോണ ലക്ഷണമില്ല. പണവും കൊണ്ട് അയാൾ പോവും. എന്നിട്ട് അയാൾ എന്തേ? പണം കിട്ടുന്നവരെ മറ്റെവിടെയെങ്കിലും താമസിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അയാൾ വഴങ്ങിയില്ല. ഒടുവിൽ ഈ മഠത്തിൽ തന്നെ അയാളെ താമസിപ്പിക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു. ഇതിനകത്തോ? പേടിക്കണ്ട, ബുദ്ധിയുള്ളവൻ ഏത് അപകടഘട്ടവും തരണം ചെയ്യാം. സ്വാമിജി
പണം കിട്ടാനല്ലേ സ്വാമി അല്ല എന്ത് കോലം കെട്ടാനും നമ്മൾ തയ്യാറാ. മണിയാ ഇത് ചതിയായി പോയി. നാവിടുത്തെ മറ്റേ ഭാഷയല്ലേ പറയൂ. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. സ്വാമി ഇനി വാ തുറക്കില്ല. സ്വാമി മൗനവ്രതത്തിലാണെന്ന് ഒരു കാച്ചങ്ങ് കാച്ചാം. സ്വാമി മൗനി ബാബ. ആരാണോ ഇത്? സ്വാമികൾ സ്വാമി ദന്തഗോപുരാനന്ദ മൗനി ബാബ. ചിരി കണ്ടപ്പോഴേ മനസ്സിലായി പേര് ദന്തഗോപുരാനന്ദ സ്വാമികളെന്ന് തന്നെ ആയിരിക്കും. അകത്തേക്ക് വന്നാട്ടെ. വന്നോളൂ. ആരാ മനസ്സിലായില്ല. അയ്യോ ഒന്നും ചോദിക്കല്ലേ. സ്വാമി മൗനവ്രതത്തിലാ. ബാലുശ്ശേരിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാ. കാശി രാമേശ്വര ഇടുക്കി പൊന്മുടി കച്ചേരിപ്പടിയൊക്കെ കറങ്ങി വന്നിരിക്കുക. ഉത്തരേന്ത്യയിൽ സൂര്യസ്വാമി എന്നാ അറിയപ്പെടുന്നേ. സ്വാമിജി ദക്ഷിണ ഡോളറായ സ്വീകരിക്കൂ. ഈ വീട്ടിൽ സന്തതികളില്ലാന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഹിമാലയ സാനുക്കളിൽ നിന്നും ലഭിക്കുന്ന അപൂർവ ഔഷധങ്ങൾ സ്വാമിജിയുടെ പക്കലുണ്ട്. സ്വാമിജി അകത്തേക്ക് ആനയിച്ചാലും വേണ്ട. സ്വാമിജി ഉള്ളിൽ കേറ്റ വേണ്ട. സ്വാമിജി മുകളിൽ താമസിച്ചാ മതി. എവിടെ ചെന്നാലും സ്വാമിജിക്ക് മുകളിൽ താമസിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ മുറിയിലാകാമല്ലോ. ഇങ്ങോട്ട് വന്ന സ്വാമിയേ മഠത്തിലേക്ക് ഒരു സ്വാമിജി വന്ന് കയറുന്നത് നല്ലതാക്കും. ആമാ രൊമ്പ നല്ലതാക്കും. ഇതെന്താണ്? കിച്ചടി. ഇതോ അവിയല്. ഇതെന്താണ്? അച്ചാറ്. പിന്നെ ഇതെന്താണ്? ചപ്പും ചവറൊക്കെ. അത് തോരൻ. അത് കോരൻ. കോരനല്ല, ചീരത്തോരൻ. ആ അല്ല ഇതെന്താണ്? സാമ്പാർ. ആ ഞമ്മക്ക് ഈ കുമ്പളങ്ങും വെള്ളരിക്കും തിന്നിട്ട് ഇവിടെ കിടക്കാൻ പറ്റൂല. ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ. ഇത് ബ്രാഹ്മണ മഠമാ. എന്ത് മടായാലും ശരി ഞമ്മക്ക് നമ്മളെ ശീലം മാറ്റാൻ പറ്റൂല. നമുക്ക് കോഴി ബിരിയാണി തന്നെ വേണം. ഞമ്മക്ക് കിടന്ന് തൊള്ള തുറക്കല്ലേ. സ്വാമിജി ഭക്ഷണത്തിന് മുമ്പ് മൗനം ഭഞ്ജിച്ച് ചില ശ്ലോകങ്ങൾ ചൊല്ലും. എന്നിട്ടേ ഭക്ഷണം കഴിക്കൂ. എന്നമോ ഇടയിലെ ഞമ്മക്കാന്ന് சொன்னாரே என்ன அது? മാമി ഈ കുടുംബത്തിൽ സന്തതികൾ ഉണ്ടാകാൻ സ്വാമി സന്താന ഗോപാല ലേഖ്യം തയ്യാറാക്കാൻ പോകുന്നു. അതിന് ഒരു മരുന്ന് കൂടി വേണം. ഞമ്മക്ക. ആ കാ ഹിമാലയത്തിലേക്ക് കിട്ടൂ. ആ കാര്യം പറഞ്ഞതാ. முருகா ஆ ഞമ്മക്കാ കൂടി നമ്മുടെ സാമിക്ക് கிடைக்கணும். இந்த வீட்ல நிறைய குழந்தைகள் பிறக்கணும் சாமி. അതാണ് എന്റെ ആശ. ഈ വയസ്സുകാലത്ത് ഞമ്മക്കല്ല തടിയങ്ക ശാപ്പിട്ടാലും ഞങ്ങൾക്ക് കുളന്തേ പറക്കാതെ. അമ്മ പോയി തൂങ്ങിയാട്ടെ. സ്വാമി ശാപ്പിട്ടും. അനന്താ சாமிக்கு என்ன வேணுமோ அடுத்திருந்து கவனிச்சுக்கோ. ஒரு குறையும் வரப்படாது. முருகா ஷண்முகா நாராயணா வேலா. നാശം. വാ തുറക്കുന്ന എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉടല് കരിഞ്ഞു മണക്കണ്. അറ്റ്ലീസ്റ്റ് ഒരു കോഴി ബിരിയാണെങ്കിലും. ഈ രാത്രി ഞാൻ എവിടെ പോയി കോഴിയെ പിടിക്കാനാ? സ്വാമിജി ഇപ്പൊ ഇത് കൊഞ്ചം കൊഞ്ചമാ ചാപ്പിട്. നേരം വെളുത്തിട്ട് ഞാൻ കോഴി ബിരിയാണി മേടിച്ചു തരാം. കടവുളേ കയ്യിൽ കാശുമില്ലല്ലോ. അണ്ണാ ആ കല്യാണകൃഷ്ണന്റെ മുറി ഒന്ന് അരിച്ചു പറക്ക്. അത് ശരിയാ. അറിഞ്ഞുകൊണ്ട് അവൻ കാരണം തരില്ല. നാളെ എല്ലാവരും അമ്പലത്തിൽ പോകുമ്പോ റൂമിൽ കയറി ഒന്ന്